ബ്രോക്കൊന്ന് മാർക്കടാ. ദൈവമേ ബ്ലാക്ക് എടുത്തോണ്ടിരിക്കുക എന്താ എടാ അടങ്ങിയിരിക്കണേ, വെറുതെ ചുമ്മാ ഇതാക്കല്ലേ. എടാ എന്താ ചന്ദ്ര നീകൻ ഇരുന്നോളും വെളിയിലില്ല, ഗ്യാങ് പോകത്തില്ല. ഹലോ, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെ? മന്ദാരം എവിടാ? ലൊക്കേഷൻ അറിയൂ, ഞാൻ പോയിട്ടില്ല. മാമനാണോ റേഡിയോയില്? ഈ ഹലോ അണ്ണാ, ഈ ഗ്യാങ്ങിലില്ലാത്ത കുറെ കുണ്ണാള് വന്നിട്ട് എന്തോ കാണിക്കണം. ഫാമിലി ഡ്രോപ്പ് നമ്പർ ഇതിനകത്താണ്. ചന്ദ്ര, ഇതെവിടെ മീറ്റിംഗ്? എവിടെ? അണ്ണ എന്റെ കൂടെ ഉണ്ട്. ഹലോ ചന്ദ്രു, ഇവിടെയാണോ നിങ്ങൾ മാർക്ക് ചെയ്ത? ജസ്റ്റ് ഒന്ന് ഇവിടെ ഇടണോ? ഇവന്മാർ ഇവിടെ ഇട്ടത് ചന്ദ്ര ലൊക്കേഷൻ പറയാ. നീയാണ് എല്ലാത്തിനും കാരണം. ഹലോ മിസ്റ്റർ വാസല്ലേ? പറഞ്ഞോ വാസ, ഞാൻ ആദ്യം തൊട്ട് കാര്യങ്ങൾ പറയാം. ഓൾറെഡി കൺസൈൻമെന്റ് 10:30 നടക്കേണ്ട കൺസൈൻമെന്റിന് 9:20 ആയപ്പോഴാണ് മീറ്റിംഗിന് പോലും വന്നത് ഫാമിലിയിൽ നിന്ന് ഒരാള്. ഡിലേ ഡിലേ അക്സെപ്റ്റബിൾ. അത് കഴിഞ്ഞിട്ട് വന്ന ആളുടെ ഈ ഫണ്ടില്ല. അവിടെ വന്ന് തമാശ പറയും. പോട്ടെ, നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. എല്ലാ ദിവസവും എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തൊരു സിറ്റുവേഷൻ, അവിടെ വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫാമിലിയിലെ നീകൻ എന്ന് പറഞ്ഞൊരു മെമ്പർ വന്നു. അവിടെ വന്നിട്ട് നമ്മളെടുത്ത ആവശ്യമില്ല, അവിടെ നിന്ന് നിങ്ങളുടെ കണ്ണാപ്പി എന്ന് പറയുന്ന മെമ്പറിനെ നൈഫ് ചെയ്ത് നമ്മൾ ഗണ്ണയും ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ച് ഗണ്ണയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം നമ്മൾ മാക്സിമം നിങ്ങളുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ വന്നില്ല. ഓൾറെഡി അവിടെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വിട്ടു. ഗാർഡിയൻ ആണെന്നാ പറഞ്ഞത്. ആരാന്ന് എനിക്കറിയില്ല. ഗാർഡിയൻ ആണെന്ന് പറഞ്ഞു. കാരണം ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, ഫാമിലി ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അത് പോട്ടെന്ന് വെച്ചു. നമ്മൾ പറഞ്ഞ ആള് നിന്നോട്ടെ, നിങ്ങളുടെ ഫാമിലി അറിയാവുന്ന നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത നീകൻ എന്ന് പറയുന്ന ആള് ഫാമിലി ഡ്രസ്സും ഇല്ല, ഒന്നും ഇല്ലാതെ എവിടുന്നോ വന്നിട്ട് കണ്ണാപ്പി ഞങ്ങളുടെ മുമ്പ് വെച്ച് നൈഫ് ചെയ്യുന്നു. ഞങ്ങളൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. നമ്മൾ കണ്ണെടുത്തപ്പോൾ നമ്മളെ തിരിച്ച് കണ്ണുകയും ചെയ്യുന്നു. സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പറാണെന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. നമ്മളിപ്പോ കറന്റ് കൺസൈൻമെന്റ് ലൊക്കേഷൻ ലീവ് ചെയ്തു. കാരണം നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പർ തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൺസൈൻമെന്റ് വേണ്ട. അതാരാ പറഞ്ഞത്? നീകൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് കൺസൈൻമെന്റ് തരാൻ പറ്റത്തില്ല ഇങ്ങനെയാണെങ്കിൽ, എന്നാ വേണ്ട നിങ്ങളുടെ കൺസൈൻമെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ ലൊക്കേഷൻ ലീവ് ചെയ്തു. കൺസൈൻമെന്റ് ക്യാൻസൽഡ് ആണ്. മിസ്റ്റേക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാൻ അവർക്ക് വേണ്ടി സോറി പറയാം. ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി, ലേറ്റ് ആയിപ്പോയി. ഞാനായിരുന്നു ആക്ച്വലി ഗ്യാങ്ങിന്റെ ലീഡർ. അപ്പോൾ എനിക്ക് വരാൻ കുറച്ച് ടൈം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഡിലേ ആയി പോയത്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ടിവിയുടെ സൈഡിൽ നിന്ന് ഞാൻ സോറി പറയാണ്. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ? ഞങ്ങളിപ്പോ കറന്റ് ലൊക്കേഷൻ എന്തായാലും നമ്മുടെ റോക്സ്വുഡിലോട്ട് പറയുന്നത്. റോക്സ്വുഡിൽ എവിടെ ലൊക്കേഷൻ കൺസൈൻമെന്റ് വേണ്ടെന്നാ? പിന്നെ നീക്കാണല്ലോ തീരുമാനിക്കുന്നേ. അമാരത്ത് ഇത്ര മൂഞ്ചിത്തരം റോക്സ്വുഡിൽ 929 എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ടോ. റോക്സ്വുഡിൽ 929. ഓക്കെ, അതെ. റോക്സ്വുഡിൽ 929ലോട്ട് വന്നേ. പോണ വഴി ഡ്രസ് ഷോപ്പിൽ നിർത്തുന്നേ. നീയാണോ തീരുമാനിക്കുന്നത്? നീക നിനക്ക് കൺസൈൻമെന്റ് വേണോ? ടിവിക്ക് വേണോ? വേണ്ട. അറിയാലോ, ഹൈറാർക്കിലല്ലേ കളിക്കുന്നേ. എടാ കണ്ണാപ്പി, നിനക്കൊക്കെ തമാശ കാണിച്ചോളാം. അവിടെ പോയിട്ട് നിനക്കൊക്കെ കുത്താൻ മേടിക്കാൻ മറ്റേ മിസ്റ്റർ എക്സിന്റെ അടുത്ത് പോണോ?
അവര് നമ്മളോട് റെസ്പെക്ട് അവിടെ പോയി വെറുതെ കാണിച്ചത് നിന്റെ ഒന്നും കൺസൈൻമെന്റ് അണ്ണാ റോങ് ഒന്നും കാണിച്ചതാണ്. അവര് സംസാരിച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനല്ല നീ ട്രീറ്റ് ചെയ്യേണ്ടത് മിസ്റ്റർ എക്സ്. ഇല്ലടാ സോറി ഇല്ലടാ ഇമാതിരി ഇമ്മച്ചുവർ മണ്ണത്തിനെ കൊണ്ട് അങ്ങോട്ട് പോയേക്കരുത്. ഇനി ഞാൻ ഉള്ള കാര്യങ്ങളോട് പറയാം. ഒന്നിലെ കൺസൈൻമെന്റ് കിട്ടിയില്ല ഇവന്മാരോടുള്ള ഹെൽത്തി ഒരു റിലേഷൻഷിപ്പ് കളയരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. തമാശയല്ല, ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. അതിന്റെ പഴം കയറിയിരിക്കുന്നു അതിന്റെ വായിക്കകത്ത്. കത്തിക്കൂത്തുന്ന ചോദിച്ചേ. ഞാൻ കത്തിക്കുന്നില്ല, എന്നെ കത്തിക്കുത്തി, നീങ്ങളെ കത്തിക്കുത്തി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു അക്ഷരം വിട്ട് അവിടെ വെറുതെ കയറുന്ന. എടാ മാമ ഇപ്പൊ ഗ്യാങ് ലിസ്റ്റിൽ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അവരുടെ ഇങ്ങനത്തെ ഒരു ഇത് പരിപാടിക്ക് പോകുമ്പോ പോവാൻ പറ്റത്തില്ലടാ അവിടെ. ഇതൊക്കെ ഇവരുടെ റൂൾസിനെതിരാ. നീയാണോ എന്തോ കേട്ടില്ല മാമ. നിനക്കല്ല സീനുള്ളത്, അവർക്കാണ് സീനുള്ളത്. അവരുടെ അടുത്ത് പറഞ്ഞല്ലോ സീനുണ്ടെന്ന്. ഞാൻ പോയി സംസാരിക്കണം. നീ സംസാരിച്ചോളാം, നീ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ഞാൻ പോയി, ഞാൻ അവിടെ എത്തി, ഞാൻ സംസാരിച്ചോളാം. വേണ്ട നീ വരണ്ട. 929 അല്ലേ പറഞ്ഞേ? ആ 929 ഇതാണ് ഇവിടെ കടയില്ല. നമുക്ക് ഇവിടെ നിൽക്കാൻ വിളിച്ചു നോക്കാം. വെയിറ്റ് ഞാൻ ബാക്കി ഇതിന്റെ ബാക്കിൽ കാര്യം മര്യാദക്ക്. എടാ ഈ എല്ലാരും ഇങ്ങനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂടാ? കഴിഞ്ഞ ദിവസം പീഡിയിലുള്ള എല്ലാവരും കൂടെ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ട് ജീവയും കേവിയും ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ഈ റോളെല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് അഭിനയിക്കും അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട്. ആ പീഡി നീ തന്നെ ജുഗുറു, നീ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് ജുഗുറു ഞാൻ അപ്പുറത്ത് നിന്നിട്ട് നിന്റെ പീഡിയുടെ വേറൊരു കാര്യത്തെ കുഗുറു ഞാൻ കുഗുറു എന്ന് പറഞ്ഞിട്ട് നീ അപ്പുറത്ത് നിന്ന് സംസാരിക്കുവോ? എടാ നമുക്ക് എല്ലാവരും വേണം സിറ്റിയിൽ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കല്ലേ, ഒരു പരിധിയിൽ ഇതാക്ക്. അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഇവർക്കൊന്നും കളിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? ലിമിറ്റ് ഉണ്ട്. ഒരു കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ തമാശയായിട്ട് എടുത്തോ. നമ്മുടെ മിസ്റ്റർ എക്സിന് എടുത്ത് പോയിട്ട് പറയാ നിങ്ങളുടെ കൺസൈൻമെന്റ്. മിസ്റ്റർ എക്സ് ഞങ്ങൾ ആക്ച്വലി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു 929. ഞാൻ ഞങ്ങള് ഓഫീസ് വരെ പോയായിരുന്നു. ലൊക്കേഷൻ ഞാൻ ഹോസ്പിറ്റലുണ്ട്. ആ ഓക്കെ 929. അത് DX ഇത്ര ഗ്യാങ് മീറ്റിംഗ് നേരിടാ ബ്രോ. ഞാൻ പറഞ്ഞില്ല ബ്രോ, എനിക്ക് പുറത്തുള്ള കുറച്ച് കാര്യങ്ങളിൽ എനിക്കിതിപ്പോൾ രണ്ടിനകത്തൂടെ ഞാൻ ഈ ഒരു കുറച്ച് ദിവസം ഇത് എങ്ങനെയായിരിക്കും ലൈക്ക് അത് ഈ ഡിസിപ്ലിൻ കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അമ്മമാരുടെ അടുത്ത്. മഞ്ഞക്കോട്ട് മാറ്റുക, അത് മാറ്റാൻ പറ്റുമോ? അത് മാത്രമായിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇത് പോയപ്പോഴത്തേക്കിന് എടാ വില്ലു നിനക്ക് ഗ്യാങ് ഡ്രസ് ഇല്ലെന്ന് പറഞ്ഞു അടുത്ത ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ഇപ്പൊ അവിടെ നീ ഗ്യാങ് ഡ്രസ് ഇട്ടോ. ഇവിടെ ഒരാളോടെ നിക്ക് ഗ്യാങ് ഡ്രസ് ഇട്ടോ. ഇവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലടാ. അപ്പുറത്ത് ഐലൻഡിൽ പോണോ? ഹലോ. മിസ്റ്റർ എക്സ് ആക്ച്വലി എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കൂട്ടത്തിൽ അതിനകത്ത് നിങ്ങളുടെ അതിനകത്ത് വന്നത് നമ്മുടെ TV-യിൽ ഉണ്ടാകുന്ന മെമ്പർ തന്നെയാണ്. പക്ഷെ ആള് ഇപ്പം ഗ്യാങ് ലിസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഇവര് ആരെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ പാനിക് ആയിട്ട് ആ ഉള്ള വണ്ടിയിൽ ആൾക്കാർ മൊത്തം കൂടി അങ്ങോട്ട് വന്നതാ. ഞാൻ കയറാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. എന്നിട്ട് അതിനകത്ത് എനിക്ക് മനസ്സിലായി നീഗന്റെ അവരുടെയൊക്കെ സംസാരം ഒട്ടും ശരിയല്ലായിരുന്നു എനിക്ക് മനസ്സിലായി. നീഗനല്ല ഇവിടുത്തെ അത് മനസ്സിലായി വാസുറോ. നമുക്ക് പ്രശ്നം വേറൊന്നുമില്ല. ലൈക്ക് നമ്മള് എന്റെ അടുത്ത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ചന്ദ്രൻ നമ്മുടെ ഫാമിലിയിലെ ഒരു ഗാർഡിയൻ മെമ്പറാണ്. ഇപ്പൊ കറന്റ് ഇല്ല. ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ആള് നിൽക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഇല്ല, ആള് നിന്നോട്ടെ. അപ്പൊ ആളവിടെ മാറിയിരിക്കുന്നുണ്ട്, ആളുടെ കാര്യം നോക്കണം, നമുക്കൊന്നും പ്രശ്നമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഓൾറെഡി ഒരു കാര്യം അയക്കണം. നമ്മൾ 9 മണി to 9:30 കൺസൈൻമെന്റ് മീറ്റിംഗ് നടത്തുന്നത്. ആ ടൈമിൽ ആരുമില്ല. ഇത് നീക്കി ഞാൻ 10:30 വരെ നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്തു. ഹോൾഡ് ചെയ്തിട്ട് ചന്ദ്രൻ വന്നപ്പം കയ്യില് ക്യാഷ് ഇല്ല. ക്യാഷ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ 100 CR വൈറ്റ് നമുക്ക് ഇതാ, നിങ്ങൾക്ക് കൺസൈൻമെന്റ് കഴിയുമ്പോൾ നിങ്ങൾ ബ്ലാക്ക് മണി കൊണ്ടു തന്നാൽ നമ്മൾ നിങ്ങളുടെ വൈറ്റ് തിരിച്ചും തരും, ബ്ലാക്ക് ഞങ്ങൾക്ക് തന്നതൊരു സെക്യൂരിറ്റി പോലെ.
അതും തന്നില്ല. അത് അവിടെ ചന്ദ്രനും കണ്ണാപ്പിയും ലൈക്ക് കോൺവെർസേഷൻ അവര് അത് തരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ വാസു വന്നിട്ടുണ്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടി. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി ആലോചിക്കണം. 10:30 കൺസ്യൂമന്റ് തുടങ്ങുന്ന ടൈമിലാണ് ഞാൻ കൺസ്യൂം മീറ്റിംഗ് നടത്തുന്നത്. ഇത് നടത്തി. ഓക്കെ, പോട്ട്, ഐ റെസ്പെക്ട്. ഒരു ഫാമിലി കാരണം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ എങ്ങും ഇല്ലാതെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പറിനെ നൈഫ് ചെയ്യുന്നു. ഞങ്ങള് മീറ്റിങ്ങിന് വിളിച്ച സ്ഥലത്ത് ഞങ്ങളെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ സെക്യൂരിറ്റി. ആള് വന്ന് നൈഫ് ചെയ്യുന്നു. നമ്മൾ ആളെ ഗണ്ണയും ചെയ്യുമ്പോ ആള് തിരിച്ച് ഗണ്ണയും ചെയ്യുന്നു. നമ്മൾ ഐഡന്റിറ്റി ചോദിക്കുമ്പം നീഗെന്ന് പേര് പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഡേറ്റാബേസ് ഉണ്ട്, ഏതൊക്കെ ഫാമിലിയിൽ ആരൊക്കെ മെമ്പേഴ്സ് ആണ്. നമുക്കറിയാം നീഗൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫാമിലിയുടെ മെമ്പറാണ്. കാരണം നിങ്ങൾ ഒരു ലിസ്റ്റ് തന്നിട്ടാണ് മിസ്റ്റർ എക്സ് ആയിട്ട് ഡീൽ വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫാമിലി ആരൊക്കെ വരുന്നു പോകുന്നു എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞു നീഗൻ ഇത് ചെയ്തു. എന്നിട്ട് ചന്ദ്രൻ എന്ന് പറയാൻ നിങ്ങളുടെ കോ ലീഡർ ആയിട്ടുള്ള ആള് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, ഒരു ട്രാൻസ്പെറൻസി. പുള്ളി പറഞ്ഞു ചന്ദ്രൻ നീഗൻ എന്ന് പറയാൻ പുള്ളി നിങ്ങളുടെ ഗ്യാങ്ങിൽ മെമ്പർ അല്ലെന്ന്. അത് പറഞ്ഞ് പിന്നെ കുറച്ചു നേരം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. കൺസൈൻമെന്റ് തരത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് പറയുന്ന ആള് നമ്മുടെ മെമ്പർ ആൾക്ക് അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് ആള് ഗണ്ണയും ചെയ്യുന്നു. നമ്മളത് ചോദ്യം ചെയ്തപ്പോ നമ്മൾ കൺസൈൻമെന്റ് തരത്തില്ലെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുന്നു. ഇതൊക്കെ നമ്മള് എന്റെ അറിവിൽ നമുക്ക് എല്ലാ ഫാമിലീസും നല്ല ടേംസിലാണ് പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് നമ്മൾ കുറെ ഡീലിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലൊരു റിലേഷനിലാണ് മിസ്റ്റർ എക്സും ടിവിയെ ഫാമിലി പോയിട്ടുള്ളത്. പെട്ടെന്നൊരു ദിവസം നമ്മുടെ സൈഡിൽ നിന്ന് ഇതുവരെ മിസ്റ്റർ എക്സ് ആയിട്ട് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ടാണ് എനിക്കും അമ്യൂസ്ഡ് ആയി പോയത്. നിങ്ങളുടെ നിന്റെ 100 കോടി രൂപ എടുക്കാനില്ലായിരുന്നു ഇത്രയും പൈസ ഉണ്ടായിട്ട്. നിനക്ക് അവർ തിരിച്ചു തരാന്ന് പറഞ്ഞല്ലേ ബ്ലാക്ക് കൊണ്ട് കൊടുക്കുമ്പോ? ഇല്ല, എന്റെ കയ്യിലായിരുന്നു. ഒന്നും പറയാനില്ല. നമുക്ക് അമ്യൂസ്ഡ് ആയത് ഇതാണ്. ഇത്രേ ഉള്ളൂ. നീഗൻ ലിസ്റ്റിലില്ലാത്ത ആളെന്ന് പറയേണ്ട ആവശ്യം എന്താ? നീഗൻ ലിസ്റ്റിലില്ലാത്ത ആളാണെന്ന് പറയേണ്ട ആവശ്യം എന്താ? അല്ല, പെട്ടെന്ന് വേഷം മാറി വന്നേ. പെട്ടെന്ന് ഞങ്ങള് മനസ്സിലായില്ല അവനാണെന്ന്. അവിടോട്ട് കൊണ്ടുപോണ്ടേ? അല്ലല്ല, അങ്ങനെ വന്നതല്ല. അതൊരു സിറ്റുവേഷന്റെ ബേസിലായിരുന്നു വന്നേ നീഗനോട്. ഒരു കാര്യം പറയാം. എന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഈ മെമ്പേഴ്സ് ആയിട്ടുള്ള വന്നവന്മാർ. അവന്മാർക്കുള്ളത് ഞാൻ അത് കൊടുത്തോളാം. എന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ്. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് കോ ലീഡർ ആയിട്ടുള്ള ചന്ദ്രനെയാണ്, ഈ മെമ്പേഴ്സിന്റെ ആയിട്ടുള്ള ആൾക്കാരെ അല്ലേ. ഇവന്മാർ വന്ന് എന്റെ പെർമിഷൻ ഇല്ലാതെ വന്നവന്മാർക്കുള്ളത് പണിഷ്മെന്റ് ഞാൻ എന്തായാലും കൊടുത്തോളാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ഫീൽ ബാഡ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് സോറി പറയുന്നു. ഞാൻ ടിവിയുടെ സൈഡിൽ നിന്ന് മിസ്റ്റർ എക്സ് ആയിട്ട് ഞങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. ഈവൻ ദോ നമ്മുടെ ഞങ്ങളുടെ ഒരു വരുന്ന അപ്കമിങ് പ്രോജക്റ്റ് ബാക്ക് ചെയ്യുന്നത് പോലും മിസ്റ്റർ എക്സ് ആണ്. അപ്പോൾ മിസ്റ്റർ എക്സ് എന്നുള്ള നമ്മുടെ കേജ് ഒക്കെയാണ് അതിൻ്റെ. ഞങ്ങൾ കേജിൻ്റെ അടുത്ത് ഓൾറെഡി ഇത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുത്തൻ്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വർത്തമാനം വരുമ്പോൾ അത് നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി, അത് തിരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. ഐ റെസ്പെക്ട് ദാറ്റ്. ബട്ട് ഒരിക്കലും വാസുവിടെ വന്ന് സോറി പറയുന്നതല്ല നമ്മുടെ എക്സ്പെക്ടേഷൻ. നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു അമ്യൂസ് ഇപ്പൊ ഇത്രയും നല്ലൊരു ടേംസിൽ പോകുന്നത് ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രനായാലും ചോദിച്ചു, മറ്റേ ആ ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞ ഒരാള് കൂടെ ഉണ്ട്, നിന്നോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചാൽ ഞാൻ നിർത്തിക്കോളാനാ പറഞ്ഞേ. എന്നിട്ട് പോലും അപ്പം ഗാർഡിയൻ ആ ഒരു പോസ്റ്റിലുള്ള ആൾ പോലും മാറി നിൽക്കുമ്പോ ഇവിടെ നിന്ന് ഫാമിലിയിൽ ആക്റ്റീവ് മെമ്പർ ആയിട്ടുള്ള ഒരാൾ വന്ന് നൈഫ് ചെയ്യുന്നു. അത് വന്നത് മിസ്റ്റർ എക്സിനെ മീറ്റ് ചെയ്യാനാണെന്ന് അറിയാമല്ലോ ആ കൂടെ ഉള്ള ആൾക്ക്. എന്തായാലും മീൻസ് ചന്ദ്രനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ലൈക്ക് ചന്ദ്രൻ അവിടെ ഇന്റർവ്യൂ ചെയ്തു. പക്ഷെ ആ ആൾ അവിടെ വന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ചെയ്യുന്നത് അല്ല. മിസ്റ്റർ എക്സ് ഞാൻ കാര്യം പറയട്ടെ, ഞാനൊന്ന് ക്ലിയർ ചെയ്തരാം സിറ്റുവേഷൻ. അതായത് അത് ഞങ്ങളുടെ കൂടെയുള്ള നാള് പോലും ആളാണെന്ന് പോലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് അറിയത്തില്ലായിരുന്നു. കാരണം പുള്ളിക്കാരൻ മാസ്ക് വെച്ചിട്ടാ വന്നത്. അതായത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരാളെ വണ്ടി, ഞങ്ങളുടെ വണ്ടിക്ക് ഒരാൾ ഫയർ ചെയ്തു. അന്നേരം ഞങ്ങള് പുള്ളിക്കാരൻ, അതായത് സത്യം പറയാതെ ഞങ്ങളുടെ കൂടെയുള്ള ആള് തന്നെ ആയിരുന്നു അത്. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി പുള്ളിക്കാരനെ ഫയർ അതായത് അന്നേരം ഞങ്ങള് ആളെ ഫയർ ചെയ്ത് കൊന്നിട്ടാ വന്നെ. ഞങ്ങളെ വണ്ടിയിൽ വെറുതെ ഫയർ ചെയ്തോണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വേറെ ഏതോ ആളായിരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണ് ശരിക്കും. പക്ഷെ അയാള് തമാശക്ക് ചെയ്തതാണ്. പക്ഷെ അയാൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ മിസ്റ്റർ എക്സിനെ കാണാൻ വരുന്നതെന്ന്. ഞങ്ങൾ അയാളടുത്ത് പറഞ്ഞിട്ടുമില്ല. മനസ്സിലായില്ലേ? അല്ല, അതൊക്കെ ചന്ദ്ര, അതുവരെ നമ്മൾ ലീവ് ചെയ്തെന്ന് വെച്ചോ. എന്നാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസൈൻമെന്റ് കാര്യം പറഞ്ഞപ്പോ മിസ്റ്റർ എക്സ് ആണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആള് പറഞ്ഞ ഡയലോഗ് എന്താ, നമ്മൾ കൺസൈൻമെന്റ് വേണ്ട.
എന്താ ഇല്ല ആക്ക് അത് അറിയത്തില്ല. ആളിതുവരെ വന്നിട്ടില്ല. എടാ ആള് അവനോട് പറയേണ്ട ആവശ്യം എന്താടാ? ആര് വന്നു അവനെ ആരെങ്കിലും വിളിച്ചോ? അവനെ വിളിച്ചില്ലല്ലോ കൺസൈൻമെന്റ് ഡീൽ ചെയ്യാൻ വേണ്ടിട്ട്. വിളിച്ചായിരുന്നോ? ഇല്ലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വിവേകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ചന്ദ്ര. സമയം വരെ നമ്മളെ കണ്ണീനി നമ്മൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലേയേഴ്സിന് ഒരു റെസ്പെക്ട് കൊടുക്കണം മിനിമം. നമ്മൾ മറ്റേ സിറ്റിയിലെ മറ്റേ ഇത് നമുക്ക് വേണ്ട ആരും ഇല്ലെന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ കോൺഫിഡൻസ് ഭയങ്കര തെറ്റ്. അതിന് വായി കിട്ടുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ, മനസ്സിലായ? ഏതെങ്കിലും കുണ്ണ ഗ്യാങ്ങിനെ വായി കിട്ടുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു ഊച്ചാളി ഗ്യാങ് എടുത്തിട്ട് അടിക്കുമ്പോഴേ ഈ ഓവർ കോൺഫിഡൻസ് ഒക്കെ അങ്ങ് മാറത്തുള്ളൂ. എല്ലാവരോടും ഇപ്പൊ സിറ്റിയിൽ ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് മറ്റേ വലിയ ഷോ ഇറക്കല്. എനിക്ക് ഇതിനോട് താല്പര്യമില്ല കേസ്. ഇങ്ങനെ ഞാൻ കളിപ്പിക്കത്തില്ല എൻ്റെ ഗ്യാങ്. ഇനി ഏതവനാണേലും ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഞാൻ കളിപ്പിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാകുമ്പോൾ ഞാൻ ഇതൊക്കെ നിർത്തത്തേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, അത് കളയാൻ ഞാൻ ഒരുത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല. ഇവിടെ ഗുണ്ടകളൊന്നും അല്ല, ഇത് നമ്മൾ ഗ്യാങ് മെമ്പേഴ്സാണ്. ഫാമിലി ആയിട്ട്, സിറ്റിസൺസ് ആയിട്ട്, കുടുംബമായിട്ടൊക്കെ ഇതിനകത്ത് ജീവിക്കുന്ന കാര്യം. അതിൽ ബാക്കിയുള്ളവരെ വെറുതെ പോയി ബുദ്ധിമുട്ടിച്ചിട്ട് ടി വി ആണടാ, ടി വിയെ നിന്നെ അങ്ങ് തൊടുകൂടാ, നീ എന്നെ എന്താ പറഞ്ഞ ടി വിയെ വന്ന് അടിക്കൂടാ എന്ന് പറഞ്ഞ് നിൽക്കണം. വേറെ ഏതെങ്കിലും ലീഡറിനെ കണ്ടുപിടിക്കണം ഇവന്മാർ. അങ്ങനെ മൈൻഡുള്ളവന്മാർ ഇതിനകത്ത് ഇപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് എന്തെങ്കിലും ഇതിന് ആക്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം. ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ ആണെങ്കിൽ. ഹലോ മതാര പറഞ്ഞോ. ഈശ്വരാ വാസുബ്രോ, സംഭവം ഇപ്പൊ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര മണിക്കുള്ളിൽ കൺസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത്രയും ടൈമായി. ഇനി നമ്മള് മെയിൻലി നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ കൺസൈൻമെന്റ് പീഡിയാണ് ട്രക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളാണ് പീഡിയുടെ ട്രക്ക് ക്യാപ്ചർ ചെയ്യുന്നത്. അവരവരുടെ സമയത്ത് കറക്റ്റ് ട്രക്ക് കൊണ്ടുപോകും. നിങ്ങൾ വന്നില്ലേലും വന്നാലും ഒരു ട്രക്ക് കൊണ്ടുപോകും. നിങ്ങൾക്കപ്പം നഷ്ടം 66 കോടിയാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ഹോൾഡ് ചെയ്തപ്പോഴാണ് ഇതൊക്കെ നടന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അത്രയും, കാരണം നമ്മൾ അത്ര അക്കോമഡേറ്റ് ചെയ്തത് നിങ്ങളുടെ സൈഡിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വന്നതാണ് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ പ്രോപ്പർ ആക്ഷൻ അതാണ്. ഒരു സിറ്റുവേഷൻ നടന്നാൽ കൺസ്യൂമന്റ് ക്യാൻസൽ ചെയ്യാനാണ് നമുക്ക് കിട്ടിയ ഓർഡർ. ആ ഫാമിലി പിന്നെ മാനേജ്മെന്റിനെ കണ്ടിട്ട് കൺസ്യൂമന്റ് കൊടുത്താൽ മതി എന്നാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചാൾ മുന്നേ നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് പട്ടാളത്തിൽ പോയി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് പട്ടാളത്തിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവന്മാരെല്ലാം കൂടി കേറി വന്നു. ഇവർക്കൊന്നും അറിയത്തില്ല. ഇവിടെ പറയേണ്ട ആവശ്യമില്ല ചന്ദ്ര, അവർക്കത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ കൺസ്യൂമന്റ് ഇല്ല ഇന്ന്. വാസുബ്രോ എന്താ പറയുന്നത്? അല്ലല്ല, നിങ്ങളെ അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല. ഞാൻ കൺസ്യൂമന്റ് അല്ലല്ല, ഞാൻ പറയണത് ഇവൻ പറയാൻ വന്ന കാര്യം നിങ്ങളടുത്ത് പറയേണ്ടത് വെറുതെയാണ്. അതായത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അത്. അത് നമ്മുടെ ഇതിനകത്ത് നടന്നൊരു കാര്യമാണ്. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് കാര്യമില്ല. നിങ്ങളുടെ ഡിസിഷൻസിന്റെ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല അതിന് ഇവൻ പറയാൻ വന്ന കാര്യത്തിന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തന്നെ സാർ, ഞങ്ങൾക്ക് ഇത് കൺസൈൻമെന്റ് അടിക്കണമെന്നുണ്ട്. ഞങ്ങൾ പറയല്ലേ, പറ്റിപ്പോയതിനും സോറി പറയാന്നല്ലാതെ വേറെ ഇതിന് തിരുത്താൻ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇതിനൊരു ആക്ഷൻ എന്തായാലും കാണും. നിങ്ങൾക്ക് ഓൾറെഡി ഒരു നിങ്ങളുടെ കൺസൈൻമെന്റിൽ നിന്ന് കുറച്ച് ഗണ്ണ് കട്ട് ഷോട്ട് ചെയ്യും. ഇല്ല, അത് പറ്റില്ല മിസ്റ്റർ. ഞാൻ കൂടെ അവനിവിടെ നീഗൻ ഇവിടെ കൊണ്ടുവന്ന് ഗ്രൈൻഡ് ചെയ്ത് തന്നാ മതി. അത് ചെയ്തോ. അത് ചെയ്യുന്നവരെ അവൻ ഗ്യാങ് സ്ലോട്ട് ഉണ്ടാവില്ല. അവനടുത്ത് റെഡി ഇറങ്ങാൻ പറഞ്ഞ ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള കൺസിഡറേഷൻ അതിന് 5 ഗണ്ണും 5000 പോർഷൻ ബേസും. ഇതാണ് ഞാൻ എടുക്കുന്നത് ഏറ്റവും ബേസ് കൺസിഡറേഷൻ. ഗ്രൈൻഡ് ചെയ്ത് തന്നിട്ട് ബാക്കി സംസാരിച്ചു. അതെ, നിന്നോട് മീറ്റിംഗിന് പോകാൻ ഞാൻ പറഞ്ഞില്ല. സംസാരിക്കരുത് മിസ്റ്റർ എക്സിന്റെ അടുത്ത് സംസാരിക്കരുത് പ്ലീസ്. സംസാരിക്കണ്ട. പറഞ്ഞോ. സത്യം പറഞ്ഞാൽ ഇതല്ല ആക്ഷൻ ചെയ്യേണ്ടത്. 50% കട്ട് ഷോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടി. കട്ട് ഷോട്ട് പോലെയല്ല, കൺസൈൻമെന്റ് തരല്ലെന്നാണ് നമുക്ക് കിട്ടിയെന്ന് ഓർഡർ. എന്നിട്ടും എന്റെ പേഴ്സണൽ കൺസിഡറേഷനിലാണ് ഈ ഒരു 5 എന്നുള്ളൊരു ഡിഡക്ഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. 5 കണ്ണ് ഡിഡക്റ്റ് ആവല്ലേ?
5 ഗണ്ണും 500 പോർഷൻ ബേസും കുറയും. അപ്പൊ 6500 65 പേർക്ക് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത്. ഓക്കെ അത് വളരെ ബേസ് കൺസിഡറേഷൻ ആണ് ഇന്ന് നടന്ന സിറ്റുവേഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ 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 താങ്ക് യു. എപ്പോഴായിരിക്കും നമ്മളെ കൺസ്യൂമന്റ് അപ്പൊ? നിങ്ങൾ ഓൾറെഡി ഫാമിലി റോക്സ്വുഡിലുണ്ടോ? ഇല്ല അണ്ണാ എല്ലായിടത്തും റോക്സ്വുഡിലോട്ട് ജോയിൻ എടാ, ചെയ്ത് ഇനി കൺസൈൻമെന്റ് അടിക്കാൻ ഞാൻ ഇവന്മാരെല്ലാം ഓരോരുത്തന്മാരെ വിളിച്ചു വരുത്തണോടാ. ഈ 5 പേരെ വെച്ച് ഞാൻ എങ്ങനെ കൺസൈൻമെന്റ് അടിക്കണേ? അണ്ണാ ഇപ്പൊ കേറണം ഇത് ഓക്കെ, ഞാൻ എന്തായാലും കൺസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കൺസൈൻമെന്റ് ഇത്രയാണ്. 915 എന്ന് പറയുന്നത് ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഗാരേജിൽ നിന്നാണ് നമ്മൾ പീഡിക്ക് ട്രക്ക് കൊടുക്കുന്നത്. ആ ലൊക്കേഷനിൽ നിന്ന് പീഡിക്ക് ട്രക്ക് കൊടുത്തു കഴിയുമ്പോൾ അവര് നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റ് മെസ്സേജ് കിട്ടും. വൺസ് ആ സാറ്റലൈറ്റ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീഡിയെ വരുന്നവരെ ഹോൾഡ് ചെയ്യാം. അതായത് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലോട്ട് അപ്രോച്ച് ചെയ്യും. അവിടെ നമ്മുടെ അറിയാവുന്നല്ലേ? ബാക്കിയുള്ളവർ കയറി അങ്ങനെ ക്യൂ ഇല്ലായിരുന്നു അവർക്കാർക്കും. ജസ്റ്റ് നിങ്ങൾ റോക്സ്വുഡിന്റെ മാപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കാവോ? റോക്സ്വുഡിന്റെ മാപ്പില് നിങ്ങൾ 915 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ കണ്ടോ? ആ ഗാരേജ് ആ ഗാരേജിന്റെ അവിടെ നിന്ന് മേളിലോട്ട് ഒരു റോഡ് കിടക്കുന്നുണ്ടോ? 904 903 986 904 ജസ്റ്റ് സ്ട്രെയിറ്റ് അപ്വേർഡ്സ്. മറ്റേ റിപ്പയർ 904 903 അവിടെ 903 വരെ നിങ്ങൾക്ക് മാക്സിമം അപ്രോച്ച് ചെയ്യാം. 903 വരെ പീഡി മൂവ് ചെയ്യുന്ന സാറ്റലൈറ്റ് മെസ്സേജ് കിട്ടുന്നവരെ നിങ്ങൾക്ക് അവിടെ വരെ വരാൻ പറ്റും. 903 വരെ അവർ ആ റോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ. അല്ല, അവര് മെയിൻ ഹൈവേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 970 കണ്ടോ? ആ 903ക്ക് നേരെ താഴെ 2 ലൈൻ ഹൈവേയില് 970 എന്നൊരു ലൊക്കേഷൻ കണ്ടോ? 970 നേരെ ബോട്ടമിലോട്ടൊക്കെ 903യുടെ നേരെ താഴെയായിട്ട് 2 ലൈൻ ഹൈവേയില് 970 കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് 945ല്. ആ 970 വരെ നിങ്ങൾക്ക് ഹൈവേയിൽ അപ്രോച്ച് ചെയ്യാം. 970 വരെയും മേളിൽ കൂടെ ആണെങ്കിൽ 903 വൺസ് കൺസൈൻമെന്റ് കഴിഞ്ഞ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ പീഡിയെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പീഡി 2 കോർഡിനേറ്റർ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ള പക്ഷെ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാം ഫ്രണ്ടിലോട്ട്. അതായത് സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ അഡ്വാൻസ് ചെയ്യാം. വൺസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 റൂട്ട് ഉണ്ട്. ഒന്നെങ്കിൽ പീഡിയെ ഓൾ ഡൗൺ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി ഓപ്ഷൻ എന്ന് വെച്ചാൽ പീഡിയെ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറിനെ ഡൗൺ ആക്കാം. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുക. അതായത് ട്രക്ക് എടുക്കരുത്, പകരം ലൊക്കേഷൻ ഹോൾഡ് ചെയ്യുക. 5 to 10 മിനിറ്റ്സിനുള്ളിൽ പീഡിക്ക് ട്രക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പറിനെ ട്രക്ക് കയറി ട്രക്ക് ഡ്രൈവ് ചെയ്യാം. അങ്ങനെ ഒരു പക്ഷെ നിങ്ങളുടെ കയ്യിലാണ് ട്രക്കിംഗ്, ശ്രദ്ധിക്കേണ്ട കാര്യം ട്രക്ക് മൂവിംഗിലായിരിക്കണം ഫുൾ ടൈം. ഓഫ് റോഡും മലയുടെ മണ്ടയ്ക്ക് കയറ്റി ഒളിപ്പിച്ചിടാനൊന്നും പറ്റില്ല. മെയിൻ ഇതുപോലത്തെ ടാറിട്ട റോഡുകൾ യൂസ് ചെയ്തേ വണ്ടി പോകാൻ പറ്റത്തുള്ളൂ. ഈ ടാറിട്ട ഏത് റോക്സ്വുഡിലെ റോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്യൂവൽ അടിക്കാനും ഡ്രൈവറിനെ ചേഞ്ച് ചെയ്യാനും അങ്ങനെ മാത്രമേ ട്രക്ക് നിർത്താവൂ. സോ ഈ 2 രീതിയിലും ഫസ്റ്റ് രീതിയിലാണ് ഓൾ ഡൗൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പീഡിയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടും. പീഡി ഓൾ ഡൗൺ ആയാലും ഫെയിൻ ടു ഡിഫെൻഡ് എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടും. അത് കഴിയുമ്പോഴേ നിങ്ങൾ റോക്സ്വുഡ് ലീവ് ചെയ്യാവും. സെക്കൻഡറി നിങ്ങളിപ്പം ഡിഫെൻഡ് ചെയ്യാണ്. ടോട്ടൽ കൺസൈൻമെന്റ് ടൈം 45 മിനിറ്റ്സ് ആണ്. എപ്പോഴാണോ നിങ്ങൾക്ക് സാറ്റലൈറ്റ് മെസ്സേജ് കിട്ടുന്നത് അപ്പൊ തൊട്ട് 45 മിനിറ്റ്സ് കൺസൈൻമെന്റ് ടൈം. സോ ഈ 45 മിനിറ്റ്സില് റോക്സ്വുഡിൽ തന്നെ അല്ല പീഡിയുടെ കയ്യിലാണെങ്കിലും റോക്സ്വുഡിൽ തന്നെ അല്ല പീഡി കിടന്ന് കറങ്ങും. എല്ലാവരും പീഡിയുടെ ഫൈനൽ ലൊക്കേഷൻ വിത്തിൻ റോക്സ്വുഡ് തന്നെ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ പീഡിയുടെ ഡ്രൈവറിനെ ഡൗൺ ആക്കുന്ന രീതിയിലാണ് പോകുന്നതെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ നിങ്ങൾ ട്രക്ക് എടുത്തു കഴിഞ്ഞു, ഇനി ഒരു 20 മിനിറ്റ്സ് ആണ് ഉള്ളെങ്കിൽ ആ 20 മിനിറ്റ്സ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാം. 45 മിനിറ്റ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് സാറ്റലൈറ്റ് മെസ്സേജ് കിട്ടും കൺസൈൻമെന്റ് കംപ്ലീറ്റഡ് എന്നുള്ളത്. അത് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് റോക്സ്വുഡ് ലീവ് ചെയ്യാം. പീഡി അവിടെ നിന്ന് ലീവ് ചെയ്തോളും, പിന്നെ അവിടെ ഒരു ഫൈറ്റ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് 2 റൂട്ട് ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയുടെ ചോയ്സ് ആണ്. വൺസ് നിങ്ങൾ ട്രക്ക് ക്യാപ്ചർ ചെയ്യുക, ഓൾ ഡൗൺ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് ട്രക്ക് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോക്സ്വുഡ് ലീവ് ചെയ്യാം. കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞിട്ട് ലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാർക്ക് ചാറ്റില് വാസുവിന് ആക്സസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചന്ദ്രൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇല്ലെന്ന് തോന്നുന്നു, അതില് ഫോണ് ഞാൻ മാറിയായിരുന്നു.
ഓക്കെ, ഡാർക്ക് ചാറ്റിൽ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ജോയിൻ ചെയ്യാവോ? ഡാർക്ക് ചാറ്റിൽ ഷാഡോസ് ആണോ? ഷാഡോസ് ആ ഗ്രൂപ്പില് മിസ്റ്റർ എക്സ് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇടുക, ഇവിടെ നമ്പറും ഇടുന്ന ആളുടെ നമ്പർ ഇട്ട് കഴിയുമ്പോൾ നമ്മളൊരു ലൊക്കേഷൻ തരാം. അവിടോട്ട് ട്രക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് ട്രക്ക് ഞങ്ങളുടെ ട്രക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാം. നിങ്ങൾക്കുള്ള അസറ്റും ട്രക്ക് ഞാൻ അവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഫൈനൽ ലൊക്കേഷനിൽ എത്തുമ്പം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ലൊക്കേഷനിൽ ട്രക്കുമായിട്ട് വരുമ്പം TVA 225 എല്ലാവർക്കും ടൈം ഔട്ട് കൊടുക്കണ്ട, ചില്ലാവ്. ഇങ്ങനെ ഈ ടൈം കോഡ് ഔട്ട് ഒന്ന് അവിടെ കൺഫർമേഷൻ ടൈം ഔട്ട് കൊടുക്കല്ലേ പ്ലീസ്, ചില്ലാവ്. TVA 225 TVA 225 അല്ലേ? ഈ കോഡ് ഒന്ന് അവിടെ കൺഫേം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അസറ്റ് അവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്തുള്ളൂ. കാരണം ജസ്റ്റ് ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ ആയിട്ട് വെച്ചേക്കുണ്ടോ. ഓക്കെ. TVA 225. ഓക്കെ, പിന്നെ കൺസ്യൂമെന്റ് കഴിഞ്ഞിട്ട് മിസ്റ്റർ വാസു ഫ്രീ ആണെങ്കിൽ ഞങ്ങള് ഹൗസിലോട്ടൊന്ന് വരാം, ഒന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, സംസാരിക്കാം. ഹൗസിലോട്ടോ അല്ലെങ്കിൽ ലൈക്ക് ഒരു എവിടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ടൊന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ TVA 225. നിങ്ങളപ്പം റെഡി ആയിക്കോ. PD ഓൾറെഡി റോക്സിട്ട് കയറിയെന്നാണ് നമുക്ക് ഇൻഫോ കിട്ടിയത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്തു, ഫാമിലി ഫുൾ. ഓക്കെ, പെട്ടെന്ന് ടൈം വേസ്റ്റ് ചെയ്യണം. നമുക്ക് ഉള്ളവര് പോണ്ടല്ലോ, ഇല്ലാത്തവര് എടുത്ത് വരാൻ എടാ 10 വരെ വെച്ചിട്ട് കൺസൈൻമെന്റ് അടിക്കാൻ പോകാൻ എനിക്ക് ഇതൊന്നുമില്ല, വട്ടൊന്നുമില്ല. സിറ്റിയിലുണ്ട്, ആരും റെഡി കയറുന്നു. കേറാത്ത എന്താണെന്നാണ് എന്റെ ചോദ്യം. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യടാ? ഇത്രയും പേരേ ഉള്ളൂ. കൺസൈൻമെന്റ് എത്ര പേരാ? ഇത്രയും നേരം ഞാൻ സിറ്റിക്ക് പോലും 50 മിനിറ്റ് ആണോടാ? 9:30-ക്കല്ലേ ഇത് പറഞ്ഞിരുന്നേ. ഈ ക്യൂ എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് ആയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റണേ? ഇത്രയും നേരം നിങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ കേറിയത്? നിങ്ങൾ കേറിയവരൊക്കെ ഉച്ചോട്ടുണ്ട്. പറഞ്ഞ കൺസൈൻമെന്റ് ഓൾറെഡി റോഡ് കേറിയെന്നാണ് നമ്മളുടെ വന്നോളാ പറഞ്ഞത്. വീഡിയോ ഓൾറെഡി കേറി. ഇനി വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ല. വണ്ടി എടുത്തോണ്ട് ഉള്ള വണ്ടി എടുത്തോണ്ട് വാ. വേറെ ഒന്നും ചെയ്യാനില്ല. ഉള്ളവരെ വെച്ച് കളിക്കും. പോണോ എന്നല്ലേ അണ്ണ ഒരു കൂട്ടല്ലേ അണ്ണാ പീടിയല്ലേ പറഞ്ഞേ? അണ്ണ കുത്തല്ല ഹൗസിൽ ഇവിടെ കുത്തണം. ആ പഠിക്കാം. അണ്ണ ഇവിടെ കുത്ത്, ഹൗസിൽ ഇവിടെ കുത്ത്. അണ്ണ ഇവിടുന്ന് അടിക്കാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുന്ന എങ്ങനെയാണ്? എനിക്ക് അറിയാൻ കഴിയാതെ അമ്മര് മറ്റേ ഓജിലൊക്കെ ഹോസ്റ്റ് ചെയ്യാന്ന്. അണ്ണാ എന്നെ വല്ല ഇങ്ങനെ ചെയ്യിപ്പിച്ചു തരാം. ഞാൻ അന്നേരം FIT അടിക്കും. എത്ര ദിവസമാണ് പുറത്തിരിക്കുന്നത്? അത് ഹോസ്റ്റേജ് ആയിരുന്നല്ലേ? അണ്ണാ ഞാൻ ഒരിക്കലും പറയില്ല അണ്ണനെ പറ്റി. അണ്ണനെ പറ്റി ഞാൻ ഒരു വാക്ക് പറയില്ല. ഞാൻ അന്നേരം FIT അടിക്കണം, ഉറപ്പാ. അണ്ണ ആലോചിച്ച് നോക്ക്. അണ്ണ കുത്താവോ? ഇവിടെ കുത്താവോ? ഹലോ ബ്രോ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ കുത്താം. അണ്ണ കുത്തി ഒരു 4 പിക്ക് വീഴുവേ. ട്രക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോയോ? നിങ്ങൾ ട്രക്കിലൂടെ ഇന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോണ നമ്മള്. വാസണ്ണ ഒന്ന് ഫ്രണ്ട് ഒന്ന് അഡ്വാൻസ് ഫ്രണ്ടിൽ കുത്താവോ? വാസണ്ണ അഡ്വാൻസ് ഫ്രണ്ടിൽ കുത്താവോ? നമുക്ക് അടിക്കാം. ഓക്കെ. അണ്ണ ഇവിടെ കുത്തിക്കോ. അണ്ണ ഇവിടെ കുത്തിക്കോ. അണ്ണ ഇത് ഇവിടെ കയറ്റി കുത്തി കഴിഞ്ഞാണ്ടല്ലോ. ഇവിടെ കയറ്റി കുത്തി കഴിഞ്ഞാൽ നമ്മുടെ എന്തൊരു പിരമിഡാ. ഇല്ലണ്ണ ഒരു വണ്ടി കയറില്ല. നമുക്കിത് അപ്പുറത്ത് പോകും. അണ്ണത് ഇവിടെ കയറ്റി കുത്തി കഴിഞ്ഞാ നമ്മുടെ ആളിയാ. എന്താ ഈ കാണിക്കുന്നു? പറയണ്ടി കേറണ്ടേ? അവര് പോയോ? അവിടെ കളി കഴിഞ്ഞു. അമ്മ രാവഴി പോകട്ടാ. നമ്മള് മുമ്പി ആരെയൊക്കെ അടിച്ചേട്ടാ പിള്ളേര് പട്ടി. വണ്ടി ഓടിച്ച് കളിച്ചോണ്ടിരിക്കുക.
അവന്റെ പറയുന്നു അവന്റെ അവന്റെ കൂടുതലോട്ടുള്ള വഴി കയറി ഇതൊന്നും ചെയ്യാനില്ല ഇനി. ഇതെന്താ ഞാൻ പറഞ്ഞത്? ശബരിമല ഇത് ഇത് കേറ്റം ഇത് നമ്മളെ പിള്ളേരെ ഇറങ്ങിയിരിക്കണേ മുമ്പേ പോകുന്നുണ്ടോ ഈ റോഡ് നേരെ പോകുന്നുണ്ടോ വാസോളെ. ഓഫർ പോകുന്നില്ലല്ലോ അതെന്റെ കയ്യിൽ നിന്ന് പോയതാണ് എന്തിനാ ഇത് അണ്ണ 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 നടക്കില്ലേ സെയിം റോഡ് പോകുന്നു സെയിം റോഡ് കയ്യിൽ നിന്ന് പോയതാണ് മേളിക്കേട്ടെ ജില്ല ജില്ല റോഡിൽ ഓട്ടിക്കോ ഇവിടെ വന്ന് കുത്തറ വന്നാ അണ്ണ എവിടെ അണ്ണ ലെഫ്റ്റ് അണ്ണ ലെഫ്റ്റ് ആ ലെഫ്റ്റ് ആ പോവാം ചില്ല ഇവിടെ ഇടത്തും വലത്തും കല്ലും പറയൊക്കെയാ ഇല്ല അത് ഈ മാർക്കിൽ ഇവിടെ കുത്തിയേ ഇവിടെ കുത്തിയൊക്കെ പറയുന്നുണ്ട് അണ്ണ ഇവിടെ നിർത്താം അണ്ണ ഇവിടെ നിർത്താം നമുക്ക് നമുക്ക് ബാക്കി നമുക്ക് ഓടി കളിക്കാം ആ അണ്ണാ ഓഫ് ഒന്നുമില്ല റഷ് ഒള്ളി റഷ് അണ്ണ എന്നെ ഇവിടെ നടക്കുവോ നീ ഇവിടെ ഇറങ്ങണ്ട ഈ വണ്ടി എങ്ങും കേറും എന്നെ പിറ്റാൻ പറ്റുമോ ദേ ഇവിടെ മാർക്ക് അണ്ണത് ഞാൻ ഓടിക്കണ ആ ഓടിയിട്ട് ഇപ്പൊ വരാവേ സാറേ സാറേ ഈ മാർക്ക് സപ്പോർട്ട് വന്നേ അതാരാ അവിടെ നിന്നത് ചന്ദ്രൻ തിരിച്ചു കയറാ ഔട്ട് 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 കൊന്നാ ചന്ദ്രൻ കേറാ ഇവിടെ വാ കേറ് പോലീസ് വണ്ടി എടുക്കണേ പിന്നെ പോലീസിന്റെ കിണ്ടി എടുക്കും അണ്ണ TV പിക്ചേഴ്സ് പറയാൻ മറന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ ഒരു വണ്ടി ട്രക്കിനോട് പോണോ ജോബി പറഞ്ഞാൽ നേരെ നിൽക്കണ്ട ഇവിടെ നോക്കി ലെഫ്റ്റിൽ വീട് നിൽക്കണ്ടേ പൈപ്പോട്ട് ഇങ്ങോട്ട് വിടാം ചന്ദ്ര തിരിച്ചു വണ്ടി വാ എടാ നമ്മളെ ട്രക്ക് തപ്പോടാ ഇപ്പൊ കറക്റ്റ് ഇവിടെ 895 വണ്ടി കേറാൻ പറ്റുന്നില്ലടാ നമ്മള് ഒരു വണ്ടീനെ ഒരു വണ്ടി ചേസ് ചെയ്യുന്നുള്ളൂ ട്രക്ക് കാണുന്നില്ല ഇതിന് ഇവിടെ ഇരിക്കുള്ളൂ സീറ്റ് മാറൂല്ലോ സീറോ അടിക്കുന്ന തീർന്നല്ല F6 സീറോ അടിച്ചാലും നമുക്ക് ഇത് നേരെ പോണേ എടാ ഒന്ന് മാർക്കറ്റടാ എങ്ങോട്ടാ പോയെന്ന് റൈറ്റ് ഞാൻ റിപ്പയർ ചെയ്യണേ നമുക്ക് നമ്മുടെ കൂടുതൽ ട്രക്ക് നേരെ. ഉണ്ടോ ട്രക്ക് ആ ട്രക്ക് ഞാൻ എടുത്താലാ ആ ട്രക്ക് എവിടാന്ന് അറിയോ നിനക്ക് ആ പിന്നെ നീ എങ്ങനെ എടുക്കും അത് നമ്മളെ പിള്ളേരല്ലോ വരട്ടി പോണേ അണ്ണാ ഇവിടെ നിന്ന് മുകളിലോട്ട് ഇപ്പൊ അവന്മാരെ 3 വീഡിയോ വേണ്ടി ജോയിൻ ആയി ഒരുമിച്ച് മറ്റേ ആവേശ് കുമാർ എന്തിനൊക്കെ പറയണ കേട്ടാ നമ്മുടെ കളിയാണ് ഇത് അണ്ണാ ഒരു മിനിമം 4 വരെയും കൊല്ലണേ നമ്മള് വീഡിയോ വേണ്ടി പറയാൻ പോകുന്നേ ട്രക്കിനെ കാണുന്നില്ല എടാ 3 വീഡിയോ ഓർത്ത്. ട്രക്ക് മാത്രമില്ല വഴി തീർന്നു നമ്മൾ ഇവന്മാർ എത്ര പറ്റിയിട്ട് ഇവന്മാർ മൈൻഡ് ആക്കാണ്ട് പോവാ എനിക്ക് നമ്മുടെ കൂടുതൽ ഒരു വണ്ടിയൊക്കെ വെച്ച് നമ്മളെ കേറ് ആ ആ പീടി ഡൗൺ ഇതൊക്കെ തോന്നിയ ദിവസമല്ലേ അണ്ണാ ഇങ്ങനെയൊക്കെയാണോ എടുത്ത് കാണിക്കണ്ടേ ഇതെന്തി ഈ വണ്ടി എന്തി എന്നാ ശരി നമ്മുടെ വണ്ടി എന്ത് ഒരു വീഡിയോ ഒരു പീടി വണ്ടി മാർക്കില് ട്രക്ക് നോക്കടാ ട്രക്ക് മുമ്പി 2 പേര് ഇരിക്കണ ട്രക്ക് നോക്ക് അണ്ണാ എവനെ ഇടിച്ചാൽ കയറ്റി കഴിഞ്ഞാൽ ബാക്കി ഇച്ച കയറ്റി ഓക്കെ അവസാനം ഇവിടെ ഇറങ്ങി നമ്മളിറങ്ങി കളി കഴിഞ്ഞ് പീടി വണ്ടിനൊക്കെ വിടാളിയാ മൈരി ട്രക്ക് നോക്കി
മാർക്കറ്റടാ ഓരോരുത്തർ ഓരോ വണ്ടിക്കകത്ത് എവിടേക്കോ നിൽക്കുന്നേ ഉള്ളൂ. പീടി വണ്ടി വേണ്ട, പീടി വണ്ടി വേണ്ട, വിട് പീടി വണ്ടിനെ വിട്, ട്രക്ക് വെക്ക്. നമ്മൾ ഇമാതിരി അടി അടിച്ചോണ്ട് മിസ്റ്ററൊക്കെ എന്തായാലും കണ്ണു കൂട്ടി തരും കേട്ടാ. ഗണ്ണ് കൂട്ടി തരും. നിനക്ക് കൂടെ ചന്ദ്രൻ അച്ഛൻ ഇരിക്കണം സമയം തരും. ആ അവരെങ്ങനെ ഇട്ടുവോ? നീ അങ്ങനെ ഇട്ടുകൂടാ? ഇല്ല തപ്പണം. മോളി കൂട്ടും നമ്മളെ വണ്ടി പോകണം. നമ്മുടെ വണ്ടിയാ. നമ്മള് ഓത്ത് ഏത് ലൊക്കേഷനിലായിട്ടാ? ഇത് തിരിച്ച് മേളിൽ കയറാൻ അറിയാവോ? മോളെ കയറോ? റൈറ്റ് ലെഫ്റ്റ് ആ റൈറ്റ് നേരെ ദൈവമാരുടെ പുറകെ നമ്മുടെ കേക്കല്ലേ വഴി തെറ്റി പോണ ഇത് വഴി. വീഡിയോ ഓടിക്കണ ഇത്. ലാസ്റ്റ് ലൊക്കേഷൻ അറിയാമോ? ഇതാരാ പീടിയാണ് വണ്ടി ഓടിക്കുന്നത്? നമ്മുടെ ഫ്രണ്ടിൽ പോണ വണ്ടി. ലൊക്കേഷൻ പറയൂ. അറിയത്തില്ല. ഈ വണ്ടി ആരാ ഇപ്പൊ ഈ മാർക്കിടുന്നത്? ഞങ്ങളാ ഈ പീടി വണ്ടി ആരാടാ? ഈ പീടി വണ്ടി അവസ്ഥയല്ലേ. നമുക്ക് പീടിയുടെ ലൊക്കേഷൻ ചോദിക്കാൻ പറ്റൂലല്ലോ. വണ്ടിയൊന്നും വേണ്ട, നമുക്ക് പീടി വണ്ടി വേണ്ട. പീടി വണ്ടി വേണ്ടെന്നല്ലോ അല്ലേ? ഇവിടെ റോഡ് തീരുവ കേട്ടോ. എടാ ഓജി ഹോസ്റ്റേജ് ആയിട്ട് ഇട്ടതാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ കേട്ടാ, സത്യം പറഞ്ഞ. അവിടെ പോയി നിന്നാ മതി. എനിക്കറിയാം പീടി വണ്ടി എവിടെ ഉണ്ടെന്ന്. ഹലോ ചന്ദ്ര, എന്നാ മെറ്റ വേണോന്നല്ലോ? വേണ്ട, എനിക്ക് താല്പര്യം. എനിക്കറിയാം പക്ഷെ പീടി വണ്ടി എവിടെ ഉണ്ടെന്ന്. ഈ വണ്ടിനെ ആരും കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. ട്രക്കും വണ്ടി നമുക്ക് വേണ്ട, ട്രക്കാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. എടാ അവരുടെ എത്ര പേര് ഡൗൺ ആയോ? ഒത്തിരി പേര് ഡൗൺ ആയോ? ഫ്രണ്ടിൽ പോണോ രണ്ട് വണ്ടി? ഇവിടെ ആ, എന്റെ അടുത്ത് Six fine, ട്രക്കുണ്ട്. ദാ എന്റെ മാർക്ക്. ഞാൻ ട്രക്കിനെ പോലെയാണ്. ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവര് വരത്തുള്ളൂ. ഇതൊക്കെ ഐഡിയ ഇല്ല എന്റെ അണ്ണ. ഇവിടെ കുത്താ, ഇവിടെ അണ്ണ ഇവിടെ കുത്താ. പയ്യന്മാരെ പണ്ണി തരാ ഞാൻ. ഞാൻ പണ്ണി തരാം ഇവിടെ കുത്തിയ അണ്ണ. ഇവിടെ കുത്തിയ അവന്മാരെ ഇല്ല ഇവിടെ കുത്തിയ ഞാൻ പണ്ണന്മാരെ. അണ്ണ കുത്തിയ ഞാൻ ഏറ്റ്. അല്ല നമ്മ മരിക്കപ്പെടും കേട്ടാ. അണ്ണ കുത്തി അണ്ണ ഓത്ത്. വണ്ടി വെള്ളത്തിൽ പോയി. നിങ്ങൾക്ക് മാർക്കിൽ വാ, ഇവിടുന്ന് വണ്ടി പോണ്. ഇതിക്കുള്ള എങ്ങനെ മാർക്ക് ഇടുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വാ. കളയാ പോടാ കുണ്ണുകളെ. ആകെ ഈ മാപ്പ് ഇത്രേ ഉള്ളൂ. ഇതിന്റെ രണ്ട് സൈഡ് കിടന്ന് കറങ്ങിയാൽ മതി. ഇത് മാത്രമേ കറങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു സൈഡിൽ ആൾക്കാരുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് ബുദ്ധിയുള്ള ഏതവനും മനസ്സിലാവും. നിന്റെയൊക്കെ മെറ്റ അണ്ടി പറയും. ഞങ്ങളൊന്ന് ബുക്ക് ചെയ്താ ഒരാൾ വണ്ടി എടുത്ത് ആരോ പോയി. ആരും പറ്റില്ല. അണ്ണാ ഡോർ ഓപ്പൺ ആയി കൊടുക്കൂല്ലേ? കേറത്തില്ല. നമ്മളിപ്പോ പന്നിയാണ് വാസോണ. ഇവിടെ നേരെ ഫ്രണ്ടിലോട്ടാ പോയത് വണ്ടി ട്രക്ക്.
ഓഫ് റോഡ് പോകാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഏത് വഴിയാ അവസാനം പോയത്? കടൽ വഴിയാ? അവന്മാർ ഈ ഇടത്തെ വശത്ത് കാണുന്ന കൂടുതൽ വഴി കയറി എസ്കേപ്പ് ആയി. നിങ്ങൾ രണ്ട് സൈഡും അമ്മ മറ്റേ പായ്ക്കപ്പല്ല പോയത്? സ്റ്റേറ്റ് പൊക്കോണ്ടിരിക്കുക. അളിയാ കുറച്ച് ഇതിനകത്തൂടെ ഓടിച്ചോളി. ഇതിപ്പോ അതിനകത്ത് കാണും, പറയാൻ പറ്റില്ല. അമ്മ പായ്ക്കപ്പല്ലാണോ പോയത്? എനിക്കൊരു പിടുത്തമില്ല. നമ്മളെ വണ്ടി കറക്റ്റ് അതിനകത്ത് പോയടാ. അവരെ കോമൺ വണ്ടി ഭയങ്കര സ്പീഡാ നീ പറഞ്ഞത്. ഇത് ഓഫ് റോഡ് പോകാൻ പറ്റൂലല്ലോ, പിന്നെ എങ്ങനെ അവന്മാർ ഇതുവഴി പോയത്? അതെനിക്ക് തോന്നുന്നു നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. ശരി എടാ, ഈ വണ്ടി ഒരാൾ കോളിക്കട്ടെ മാക്സിമം വണ്ടിക്കകത്ത്. ഓക്കെ, ഇവിടെ കുത്തി കഴിഞ്ഞാൽ അവനെ കളിക്കാം. വേണ്ട, നമുക്ക് ഇത് നോക്കിയാൽ മതി, ട്രക്ക് നോക്കിയാൽ മതിയില്ലണ്ണാ. ഇവിടെ ഒരു വണ്ടി ഉണ്ട്, ട്രക്ക് ഇവിടെ തന്നെ കാണും. ഈ ഏരിയ നോക്ക്. ഇവന്റെ ഈസി കളി തരും അവൻ, ഈസി കളി. എടാ എനിക്ക് തോന്നുന്നോ ഇവൻ ബാക്ക് നിന്നാ നമ്മൾ വരുന്നോണ്ട് നോക്കാൻ വേണ്ടി ട്രക്ക് മുമ്പോട്ട് പോയി കാണും ഉറപ്പാ. നിങ്ങൾ നേരെ റോഡ് മെയിൻ റോഡ് നേരെ പോയി. ഇവൻ ഓഫ് റോഡ് കയറി പോവാ. ഇവനെ മൈൻഡ് ആക്കണ്ട, നമ്മൾ പോക്കോളൂ. ഇവന്റെ പറഞ്ഞു നിങ്ങൾ മെയിൻ റോഡ് നേരെ പോയി നോക്ക്. ഇതാ ഈ വീരൻ. എടാ നമുക്ക് ഇവനങ്ങ് പ്ലക്ക് അല്ലേ? സാർ ട്രിപ്പ് വന്നു ഒറ്റയ്ക്ക്. നിങ്ങൾ ഇടുക്കി വഴി പാലക്കാട്. രണ്ട് വഴി സ്പ്ലിറ്റ് ആയി പോണുണ്ട്. ഓൾറെഡി ഞങ്ങൾ ഇത് നോക്കുക, നിങ്ങൾ അത് നോക്കിക്കോ. ഇവൻ നമ്മളെ കളിപ്പിക്കുന്നതാണ് കണ്ടാ, നിക്കുന്നുണ്ടോ ഇടക്കിടക്ക്. വഴി പാലക്കാട് വഴി ഉടുപ്പി. ഇവന് കാണി എനിക്ക് എനിക്ക് ഇരുട്ട് കാരണം ഒന്നും കാണുന്നില്ല. അണ്ണാ വല്ല ബെറ്റർ ഗ്രാഫിക്സ് നോക്കും. അണ്ണ ഫുൾ ഗ്രാഫിക്സ് അല്ലേ ഇട്ടേക്കണേ? എങ്ങനെ കാണാ? ഇവനെ ഉണ്ടല്ലോടാ. ട്രക്ക് പോയെന്ന് മാർക്കിയോടാ. കാപറക്കി അണ്ണ വണ്ടി നിർത്തിയാണ് ഞാൻ അടിച്ചോളാം. സീവെ ഇടിച്ചാൻ കളടാ അവനെ. ഇടിയടാ സീവെ. അണ്ണോടിക്കുന്നത് അവസാനം ഇടിച്ച കളാവനെ. അവസാനം എന്നെ ഇവിടെ ഇറക്കിയാണ്. ഇവനെ പ്ലക്കാ ഇപ്പൊ ഇവിടെ ഇട്ട്. നമ്മുടെ വണ്ടി പറഞ്ഞു ഇതെന്ത്? ഇല്ല ഇതോ മുമ്പിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ദേ പോ. ഇവൻ വെയിറ്റ് നമുക്ക് ഇവനായിട്ട് നമ്മളെ കളിപ്പിക്കുന്ന ടൈം കളഞ്ഞേ. ഞാൻ കളയണ നായ. എടാ ഞാൻ നമ്മളൊരു വണ്ടിയുടെ പിറകെ പോകുന്നുണ്ട്. അത് നമ്മൾ ടൈം കളയുക. നിങ്ങൾ ട്രക്ക് നോക്കിയോട്ടോ ഈ ഏരിയ എവിടെ ഉണ്ടെന്ന്. ഇപ്പൊ മാർക്കിന് നമ്മള് നോക്കണം. ഇവനെ കൊന്നു ഞാൻ കഴപ്പങ്ങ് തീരുമ്പാ. ഇവനെ കൊല്ലാൻ നിന്ന് തരണ്ടേ? എഴുതി വെച്ചു. അതേ സോളോ പ്ലെയറാ, ഒറ്റടുത്തേ കാണത്തുള്ളൂ. ആരെങ്കിലും നിന്ന് തരുവാണോ കൊല്ലേ? 2 പേര് 3 പേര് ഒറ്റക്കൊറ്റ അടിക്കടാ. എന്റെ ആർമർ പോയാൽ ഇടിയിൽ 3 പേരുണ്ട് അതിനകത്ത്. ഒറ്റക്കൊറ്റ അടിക്കടാ. നമുക്ക് ട്രക്കാണ് വേണ്ടത്, കില്ലല്ല. എടാ അതിന് മറ്റവരോടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നോക്കാൻ. വേറെന്ത് ചെയ്യാൻ? ഇത്രയും വണ്ടിയില്ലേ നമുക്ക്? ഇവന്മാരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവന്മാര് നമ്മളെ സമയം കളത്തിലുണ്ടോ മാക്സിമം നിന്ന് എനിക്ക് തോന്നുന്നില്ല മറിയുന്നല്ലാണ്ട്. എനിക്ക് കാണുന്നില്ലടാ. ബെറ്റർ ഗ്രാഫിക്സ് ഇടാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ മൈക്ക്. GPS better graphics 5 seconds. എന്താ കാണിക്കണേ? അവനോട് നമ്മൾ ഇറങ്ങി അടിക്കാം. പക്ഷെ പോകുന്നുണ്ടോ? അവന്റെ വീലൊക്കെ പോട്ടെ. ഇപ്പൊ നമുക്ക് ഇറങ്ങി അടിക്കാം. വെയിറ്റ് ഇവനെ എവിടെയെങ്കിലും കിട്ടും. കളിക്കാൻ ഞാൻ വിളിച്ചാടാ അവൻ കളിപ്പിക്കത്തേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇറങ്ങി അടിച്ചാലാ. സപ്പോർട്ട് വണ്ടി ഇവിടെ ഉടക്കിയടാ. ഇതൊക്കെ പോ ഈസി. അണ്ണാ ഡ്രിഫ്റ്റ് അണ്ണാ. WAS എന്താ ടയർ ചുടിക്ക് അണ്ണാ. WSD അടിച്ചു നോക്ക്. ഒരുമിച്ച് മൂന്ന് ഒരുമിച്ച്. എടാ നിങ്ങൾ ഇതുവരെ വണ്ടി ട്രക്ക് കണ്ടുപിടിച്ചില്ലടാ? ശരിയാ, നീ കേട്ടത് ശരിയാ. വണ്ടി ഫുൾ ഡാമേജ് കേട്ടോ, പകുതിയോളം പോയി. ഒരു കുന്തവും കാണണില്ല. എന്തൊരു കുന്തയാണ് ഇത്. എങ്ങോട്ട് പോയി? നേരെ വെച്ച് പിടിച്ച്. നേരെയാണോ പോയത്? എനിക്ക് തോന്നുന്നില്ല. നേരെ ആയിരിക്കത്തില്ല അമ്മമാര് പോയത്. ാണോ അമ്മാരെ ടയറും ഇല്ല, ഒരു വണ്ടിയില്ല. ടയറൊക്കെ ഞാൻ പ്ലക്കിയാണ്. ടയർ ഉണ്ടാവുമാർക്ക് ഒരു ഉണ്ടയില്ല. ഇല്ല രണ്ട് ടയറില്ല. ഒറ്റ ടയർ ബാക്കിലത്തെ ടയറേ ഉള്ളൂ. ബാക്കി 3 ടയറും പോയി. അമ്മ ഇവിടെ നിർത്തിയാ ഞാൻ പ്ലക്കി തരാം. നമ്മളിങ്ങനെ ചെയ്സിലോ മരിക്കാൻ റെഡിയാണോ സാറേ? മരിക്കാൻ റെഡിയാണ്.
എന്റെ ആർമർ മൊത്തം 3 ഇടിക്കുമ്പോൾ ഇങ്ങനെ റിപ്പയറൊക്കെ പോയി നോക്കാം. ഞാൻ ഒരു റിപ്പയർ നമ്മുടെ വണ്ടി എങ്ങനെയാണ് പറന്ന് ഇതിന്റെ അണ്ട ഇതെന്തിന് അടി കൂടെ കേറി പോവാടാ നമ്മുടെ വണ്ടി. ട്രക്ക് കിട്ടിയിരുന്നു ട്രക്ക് കിട്ടിയോ? ട്രക്ക് കിട്ടി. എവിടെ പിങ് പിങ് ഹൈവേ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇനി ഇവൻ വരട്ടെ. പിങ് ചെയ്തോണ്ട് ഓക്കെ പിങ് കളയാം. അണ്ണാ ഇനി ഞാൻ മാർക്ക് ചെയ്തേ ആ ബ്ലൂ നോക്കി പോയത് ഞാൻ മാർക്ക് ചെയ്തു അല്ല ഇത് എന്തുവഴി ഇറങ്ങും വെളിയിലോട്ടോ? അതെന്റെ ചോദ്യം. എങ്ങനെ അടിച്ചോട്ടാ അണ്ണാ ഞാൻ ഓടിക്കും ചാടിപ്പിക്കാൻ പറ്റും ചാടിക്ക് അണ്ണ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഗോഡ്സില്ല ആ പറക്കും. നേരെ ട്രക്കിന് നോക്കാവേ. അണ്ണൻ ലൂപ്പായിട്ടാണ് ഞാൻ ലൂപ്പായേ നമ്മള് ലൂപ്പിൽ പെട്ടേ. അണ്ണൻ വെള്ളമാണോ എനിക്കൊന്ന് ഇത് ഞാൻ ഓടിക്കണ ഞാൻ ഓടിക്കാം മാർക്ക് ചെയ്തു അണ്ണ നമ്മളെ പിള്ളേരെ ബ്ലക്കി അത്ര അണ്ണാ വിട്ടോ നേരെ വിട്ടോ അണ്ണാ വളയമ്പടി അണ്ണ നേരെ കൊത്തി ഇറക്കണ അവരെ പ്ലക്ക്. ഇതെന്ത് അന്നവിടെ മാറി കഴിഞ്ഞ് ഇത് എത്ര ആർമറ വേസ്റ്റ് ആവുന്നേ കോപ്പ് അണ്ണ അണ്ണ ഈ പാറ നമ്മളിപ്പോ എത്തിയതാ നമ്മളെത്തി. വണ്ടിയോട് അയ്യോ വീട്ടുള്ളിൽ പോയി അണ്ണ ഇത് തള്ളേ അണ്ണാ ഞാൻ ഓടിക്കണ ഡബ്ല്യൂ അടിച്ചു വിട്ടോ ബാക്കി ഇച്ചായ അണ്ണാ മൂട്ടിക്കൊണ്ട് കുത്തിക്കോ ഒന്നും നോക്കട്ടെ അടി എന്നാ കറക്റ്റ് ടൈമിംഗ് ആണേ അസല കുത്തിയ മാത്രം മതി നല്ലൊരു വണ്ടിയാ കുത്തിയ മാത്രം അണ്ണ ഈ കാലിനെ കൊണ്ട് കയറ്റി എന്തിനാണ് അപ്പുറത്ത് മുമ്പിൽ അടുത്തത് കേട് അണ്ണാ അവരടിക്കാൻ ഞാനൊരു 10 വരെയും കൊല്ലും. ഓക്കെ അത്രയുള്ള ചത്ത് ആവേശകുമാർ മരിച്ച് അങ്ങോട്ട് പോലെ ട്രക്ക് അവിടെ തന്നെ ട്രക്ക് ഓടൂല അധികം ട്രക്ക് ഹോൾഡ് ചെയ്താൽ മതി തീവണ ഞാൻ പെട്രോൾ അടിക്കുകയാണേ ട്രക്ക് ഗാഡി കളിക്കാണേ പെട്രോൾ അടിക്കുകയാണേ നമ്മളിവിടെ സ്റ്റീവനെ തുടിക്ക ബ്ലാക്കി ആര് പോലീസ് ഹൈവേലെടുത്തിട്ടോ ഓഫ് റോഡ് ഹൈവേലെടുത്തിട്ടോ വണ്ടി ആ വണ്ടി എന്റെ ആയിരുന്നു നാളെയാ വിക്രമടാ അണ്ണ കേറി
റൈറ്റിൽ കൂടെ പീടി വണ്ടി 2 വരുന്നായിരുന്നു. ഇത് പോവില്ല, ഇത് കഴിഞ്ഞ് ടയറില്ല വണ്ടി ഞങ്ങളവിടെ കൊണ്ടുപോകണേ. ആരും കൊണ്ടുപോകണേ? ഹലോ, പുറകോട്ട് നോക്കണേ. ആരെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകണേ? ഹലോ, ട്രക്കിന്റെ ഇവിടെ എടാ ഈ പീടി വണ്ടി എടാ എന്നെ ഒന്ന് പിക്കാക്കാവോ? ഹലോ, ഭൂമിയുടെ അടി പോയതാണ്, ഒന്ന് പിക്കാക്കാവോ? എന്നെ ആരും പിക്കാക്കോ? ഹലോ, പോട്ടെ. എടാ നമ്മള് ട്രക്കിനെ പിടിച്ചോളാം. നിങ്ങൾ പിക്ക് ചെയ്തോ, നിങ്ങൾ പിക്ക് ചെയ്തോ. വണ്ടി എടുത്തോ. എടാ നീ വണ്ടി കിട്ടി, വണ്ടി കിട്ടി, വണ്ടി കിട്ടി. വണ്ടി വരുന്നുണ്ടേ. വണ്ടി കേറാൻ പറ്റില്ല ഇപ്പൊ. നമ്മള് ട്രക്കിന്റെ കൂടെ ഉണ്ട്, നമ്മള് ട്രക്കിന്റെ കൂടെ ഉണ്ട്. ഇതിനൊക്കെ അവസ്ഥ ഇത് നീ ഒന്ന് കേറടാ. പങ്കയണ്ട. എടാ നിങ്ങൾ ഫ്രണ്ടിൽ കുത്തി അമ്മാരുടെ ഇതല്ല ഇറങ്ങി അടിച്ചു. ഞാൻ ഈ ഡോറെല്ലാം തുറന്നടാ. മാർക്ക് നേരെ പറ്റി ലെഫ്റ്റ് ബാക്കിൽ ലെഫ്റ്റ് വീട് ലെഫ്റ്റ് നേരെ പോയിട്ട് ലെഫ്റ്റ്. അന്നെന്തിനാ ഇങ്ങനെ ഓടിപ്പോയേ? നീ എവിടാ? നീ എവിടെ നിൽക്കുന്നേ? 635 ഒന്ന് മാർക്ക് ചെയ്യടാ സെക്കാ. അന്നങ്ങനെ ഓടിപ്പോയില്ല. റിപ്പയർ കിട്ടിട്ട് നമ്മുടെ റിപ്പയർ ചെയ്യാം. ഇന്ത്യയിൽ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോടാ. ഇതിലെല്ലാം ഉണ്ടാവും. അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. റെസ്പോൺസിബിൾ അല്ലേ നീ? എടാ നിങ്ങൾ വേണമെങ്കിൽ അവന്മാരെ പെരുക്കി അടിച്ചോടാ. നമ്മള് ട്രക്കിന് ബാക്കപ്പ് വണ്ടിക്ക് എന്താ വിഷയം കേട്ടോ. ട്രക്കിന് ബാക്കപ്പ് നമ്മള് നിങ്ങൾ ഇറങ്ങി ഇതെന്താ ഈ വീട്ടിലുള്ള പരിപാടി? എവിടെ? നീ എവിടെ? കൊലവണ്ടി തൂങ്ങിപ്പോണ്. നീയല്ലേ വന്നതാ. ട്രക്കിന്റെ ലെഫ്റ്റിൽ ഒരു വണ്ടി വന്നേ. കാണാം കാണാം. നമുക്കൊരു ഷോർട്ട് കട്ട് കയറി നോക്കാം കേട്ടാ. അണ്ണാ ഞാൻ അവിടെ ഒരു 2 മണിക്കൂർ ഭൂമിയുടെ അടിയിൽ പോയി 2 മണിക്കൂർ ഓടുമായിരുന്നു, വണ്ടി പോലും ഇല്ലാണ്ട്. എന്ത് വണ്ടിയാണ് എന്തൊരു പറയാൻ. ഇവരെവിടാ? നമ്മളിവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. നമ്മള് അണ്ണാ എനിക്കും ഇല്ലായിരുന്നു അണ്ണാ. ഞാൻ ഇങ്ങനെ ഉല്ലാസയാത്രയായിരുന്നു, ട്രിപ്പ്. യാതൊരു ബന്ധമില്ലാതെ 1/2 മണിക്കൂർ ഒന്ന് കറങ്ങി. എന്നിട്ട് അവസാനം ട്രക്കിനെ കണ്ടപ്പോ ആണ് മാർക്ക് ചെയ്ത്. ഞാൻ മാർക്ക് ചെയ്തു. ഞാനിങ്ങനെ പോയവരെ ഡിസ്കണക്ട് ആയവരെയൊക്കെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്കിന് കൺസൈൻമെന്റ് തീരും. എനിക്കാണെങ്കിൽ വെടി വെക്കാനും പറ്റിയില്ല. കുറച്ചേരം ഞാൻ കൂടുതൽ ജംഗ്ഷനിൽ പെട്ടുപോയി. പെട്ടുപോയി പ്ലാന്റേഷനകത്ത് പെട്ടുപോയി. അവിടെ മൊത്തത്തിലുള്ള പരിപാടികളായിരുന്നു. അതായത് കണ്ട ഈ വണ്ടി ഇതിനകത്തൊന്ന് വെളിയിറക്കാൻ പറ്റൂല ഈ മാപ്പില്. കണ്ട അണ്ണാ ഇത് വണ്ടിയുടെ അല്ല അണ്ണാ, ഇതൊരു ലൂപ്പാണ്. നല്ലൊരു മാപ്പാണ് അണ്ണാ. ഒന്നും മനസ്സിലാകുന്നില്ല, എവിടെയാണെന്ന് പോലും മനസ്സിലാകാത്തൊരു സ്ഥലം. നമ്മളെവിടാന്ന് പറയാൻ ഡൗട്ട് അടിച്ചിരിക്കും. ആകെ ഒരു ഫൈറ്റാണ് ഞാൻ എടുത്തത്. ഒരു ഫൈറ്റ് അടുത്ത ജില്ലയിലെത്തി കേട്ടോ. ഓ ഭാഗ്യം മാർക്കെങ്കിലും കണ്ടു കേട്ടോ. അതേ ഞാനിപ്പോ ഫുഡിലാണ് ചത്തേ. ഇത് കേവി എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? അതെങ്കിലും അടിക്കണേ. വാ അതിലൊരു കളിക്കണേ നമുക്ക്. വെള്ളത്തിൽ പോയി.
അതും കൊണ്ടുപോയേട്ടാ. അത് ആർക്കപ്പ ഈ അടി കൊള്ളുന്നത്? ഇവിടെ ആരും പീടി കഴിഞ്ഞോ? എനിക്ക് ആരെങ്കിലും തന്നില്ലല്ലോ അവിടെ. എനിക്ക് അതെങ്ങനെ പീടി കഴിഞ്ഞേ? കിട്ടിയില്ലടാ എനിക്ക്. അവരാകെ 5 പേര്. ഞാൻ ആ ഡെഡ് ബോഡിയിൽ അടിച്ചോണ്ടിരുന്നത്. ഇവിടെ ഒരു ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. കണ്ണാപ്പൊരു 1v3 അടിച്ചത് കേട്ടാ ആരെ? പീടീനെ എവിടുന്ന് അടിച്ച്? നമ്മള് ഹൈവേയിൽ വെച്ച് ഞാൻ സത്യം പറഞ്ഞ പീഡിയ കുറെ പേർക്ക് പിണക്കമാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞായിരുന്നു. അവര് അതുകൊണ്ട് ഇന്ന് പീഡിയൊന്നും അല്ല കളിച്ച്. ഏതോ പാവങ്ങളെ രണ്ടുപേരെ ഇതിനകത്ത് ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ഇതിലും നന്നായിട്ട് കളിക്കും. ഇത് എത്ര നേരമായിട്ട് ഇതായത്? ഇത് എവിടൊക്കെയായിരുന്നു ഇവിടെ ആൾക്കാർ? ഞാൻ നോക്കിയപ്പോ ഇവിടെ ട്രക്ക് എവിടെ വയ്ക്കുന്നത്? 3 പേര് പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് ഞങ്ങളിവിടെ കൂടുതൽ ജംഗ്ഷനിലുണ്ടായിരുന്നു. ഞാൻ സ്റ്റീവും ഇവനോട് അരമണിക്കൂർ അവരുടെ പുറകിലായിരുന്നു. ഹലോ ഈ വണ്ടി എത്ര നേരമായെന്ന് അറിയണ്ടോ? ഓഫ് റോഡ് എന്ന് പറഞ്ഞു വണ്ടി ഞാൻ പിക്കിന് വേണ്ടി ചോദിച്ചില്ലല്ലോ. എനിക്ക് കൺസൈൻമെന്റിന്റെ കാര്യം നോക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞ ബിയോ കാണണ എനിക്ക് കാണാൻ താല്പര്യമില്ല. വീലാകും എനിക്ക്. എടാ പീഡി ഓൾ ഡൗൺ ഒന്നും എന്തോ പറയണോ, എന്തോ ഒരു പറയോന്ന് പറഞ്ഞായിരുന്നു അവര്. അത് ഇട്ടോ? എന്ത് ട്രക്ക് ഇപ്പൊ എവിടെ ഉണ്ട്? ഒന്ന് മാർക്ക് ചെയ്തേ. 807. ഓക്കെ, ഇനി അവിടെ എത്തണമെങ്കിൽ നമ്മളൊരു 2 മല താണ്ടി പോണം. 1-2 മണിക്കൂർ ഉല്ലാസയാത്ര ഞാൻ പെട്ടു എന്നാ. ഞാൻ ആപ്പാടെ കണ്ടത് 2 വണ്ടീനെ. ഈ വണ്ടി നേരത്തെ ഇത് ക്യാപ്ചർ ചെയ്തതിന് ശേഷമാണ് ഇടേണ്ടത്. ഇതില് ഫ്യൂൽ ഇല്ല. ഫ്യൂൽ ഉണ്ടോ കയ്യിലാറല്ലോ? എടാ ഇവിടുത്തെ സാധനങ്ങളൊന്നുമേ ഇടിച്ച പൊട്ടത്തില്ല. അതങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. ഒന്ന് എടാ അല്ല ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയാ വണ്ടി നിർത്തി തന്നത്. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അത് ഞാൻ റെഡിയാക്കി തരാം. വെയിറ്റ്. തോക്കെടുക്ക് നീ തോക്കെടുക്ക്. തിരിച്ച് തോക്ക് വെക്ക്. ആ വെയിറ്റ്. നീ വണ്ടിയുടെ കൂടെ വരുമെങ്കിൽ നിന്നെ ഇങ്ങനെ കൊണ്ടുപോകല്ലോ. ആ ട്രക്ക് ഒന്ന് നിർത്തിയാണ്. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് ഒന്ന് നിർത്തണേ. കണ്ണാപ്പി ഒന്ന് മാറും. ഇനി അനങ്ങാൻ മതി. നിർത്തിയാ മതി. ഞാൻ വേണം എല്ലാത്തിനും. എവിടെ എവിടെ പീടി അടിച്ചല്ലോ നിൽക്കണം. പീടി അടിച്ചല്ലേ? അണ്ണാ ചെറിയ ഇടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പീടി അവരെ ഗ്യാങ് ആയിട്ട് എനിക്ക് അങ്ങനൊന്നും ഇല്ല. എനിക്ക് ഇടിച്ചോളൂ ഒരു ആഗ്രഹം പോലും ഇല്ല. അയ്യോ ഞാൻ അങ്ങനൊന്നും മനസ്സിലില്ല. ഇപ്പൊ പ്രശ്നത്തിന്റെ കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ അത് ജസ്റ്റ് ഇടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇടിക്കണ്ട. ഇൻഫോം ചെയ്തു. എനിക്കറിയാം പേടിയായിട്ട് പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെ നീയൊക്കെ പീഡിയുടെ യൂണിഫോം ഇട്ട് വന്നാലും കുണ്ണേന്ന് പറഞ്ഞാൽ സംസാരിക്കുള്ളൂ. പിന്നെ നിന്നോടൊക്കെ മാന്യനെ നീ മിണ്ടാതിരിക്കും. നീ കുറച്ചു നേരം എന്റെ വായിക്കുന്ന കേക്കല്ലേ? നീ ആ മാന്യനെ ഒന്നും മിണ്ടാതിരി കുറച്ചു നേരം. പീഡിയോടൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന കണ്ണാപ്പി ഞാൻ എടുത്ത് കളയും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാവേ. എടാ നീ ഈ സിറ്റിയിൽ ആകെ നന്നായിട്ട് സംസാരിക്കുന്ന എന്നോടാ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല. നിന്നെ എടുത്ത് കളയാന്നുള്ള പേടി കൊണ്ടാ. അല്ലെങ്കിൽ നീ എന്ത് വർത്താനമാണോ അത്? അണ്ണന്റെ ഫേവറേറ്റ് അണ്ണന്റെ ഫേവറേറ്റ് ആണല്ലേ അണ്ണാ. അപ്പൊ ഞാനും അണ്ണാ നീ ഫേവറേറ്റ് ലാസ്റ്റ് അണ്ണാ. അങ്ങനെ പിറ്റേന്ന് ഉന്തി കൊടുക്കണ കൊടുക്ക്. സ്പീഡിൽ പോട്ടെ. ആ അങ്ങനെ
ഇടി ഇടി അങ്ങനല്ല പെതുക്കെ 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 അണ്ണാ സൈഡിൽ ചെയ്യല്ലേ കറക്റ്റ് നടക്കുന്നാ അണ്ണാ അതിന്റെ കൂടെ ഓടിച്ചു പോ അതിന്റെ കൂടെ ഓടിച്ചു അതിന്റെ കൂടെ ഓടിച്ചു എന്താ അച്ഛൻ വരുന്നുണ്ട് പറയാ ഇല്ല അത് ഡാമേജ് ആവത്തില്ല ഇടിച്ചു ബാക്കിൽ നിന്ന് അടിച്ചാൽ ഡാമേജ് ആവത്തില്ല ഒരു വണ്ടിയുടെ കൊളീഷൻ നമ്മുടെ സൈഡിൽ നിന്ന് നിന്റെ ചന്തിക്ക് കത്തിക്ക് കുത്തിയ നോവില്ലേ നിനക്ക് ഇല്ല ഇല്ല എങ്ങോട്ടാ നേരെ ഇത് നമ്മള് ഗ്യാങ്ങോസി ഓടിച്ചോണ്ട് കൊണ്ടുപോകണം അത്രയും ദൂരം ഈ വണ്ടിയും കൊണ്ട് ഓടിച്ചെന്ന് ഞാൻ സാധ്യത്തില്ലേ ഗ്യാങ്സ് അല്ല അവരെന്തോ ഒരു ഇത് ഇടും അത് ഇടുന്ന വരെ പീഡിയോ ഫെയിൽ ടു ക്യാപ്ചർ എന്തോ അതുവരെ നമ്മൾ ഇതാക്കണം. നമുക്കിത് ഗ്യാങ്ങോസി ഓടിച്ചോണ്ട് പോയാലാണ് നമുക്ക് പുതിയ മാസൊക്കെ ഇറക്കിയല്ലേ അത് നീ ഒരു കാര്യം ചെയ്യണം അത് ദേവദത്ത് ലോകം എന്ന് പറഞ്ഞിട്ട് ഒരു സെർവർ ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് പീഡിയത്തെ ആൾക്കാരെയും ബാക്കിയുള്ളവരെല്ലാം വിളിച്ചിട്ട് നീ ഏതെങ്കിലും ഒരു ഗ്യാങ് തുടങ്ങിയിട്ട് അവിടെ അതൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ഗ്യാങ്ങോസി ഓടിച്ചോണ്ട് പോകാൻ തോന്നുന്നു ഈ ഈ കഴ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ എല്ലാരും ഒന്ന് പയ്യെ പോയടാ ട്രക്ക് ഒന്ന് ഭയങ്കര പയ്യെ പോയ ഒന്ന് ഡാർക്ക് ചാറ്റ് വെക്കാണ് പവർ ഔട്ട് ഡിറ്റക്ടർ ബോസ്റ്റ് പവർ ബാങ്ക് ഉണ്ടോ തന്നടാ ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ തരാം എടാ കണ്ണാപ്പി പവർ ബാങ്ക് ഒന്ന് തന്നേടാ ഇന്നാണ് ഇട്ടത് ഇൻവെന്ററി ഇട്ടതേ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു ചെറിയ കഴപ്പൊന്നും അല്ല ചെറുത് അവന്റെ വണ്ടി ரொம்ப ഫാസ്റ്റ് ആയിട്ട് പോതടാ അണ്ണാ നമുക്ക് ട്രക്ക് ഓടിച്ചാലോ അണ്ണാ നമുക്ക് ട്രക്ക് ഓടിച്ചാലോ മറ്റേ ചഞ്ചലൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കെ തുണി പോകാൻ പറ്റും തോന്നണ നമുക്കൊരാൾക്ക് തുണി ട്രക്ക് തരുവാടാ പോട്ടണ്ടാ ഞാനെന്നാ ഇവിടെ കയറിയ ശരിയാണ അവിടെ ഇരുന്നോ പോട്ടണ്ടാ ഇത് വഴി കിടക്കാനാ ഇല്ല ഒരു പ്രശ്നമില്ല അണ്ണാ പോട്ടനായി ഹലോ ഓ ഇപ്പഴല്ലേ അങ്ങോട്ട് ഓറ കയറിയതാണ ഡാർക്ക് സൈഡിലൊന്നും ഇട്ടിട്ടില്ല ഇനി ഗ്യാങ്ങോസി കൊണ്ടുപോയല്ലോ നമുക്ക് ഇനി ഗ്യാങ്ങോസി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കണ്ടു തരും പിന്നെ അല്ലാണ്ട് കുണ്ണ തരുമോ ഞാൻ അല്ലെങ്കിൽ നിന്നെ പിക്ക് ചെയ്തോ ബില്ലു എവിടെ പറ ഞാൻ ഗ്യാങ്ങോസിൽ കറങ്ങിട്ട് ഇരിക്കാണെങ്കിൽ സ്പേസ് ഉണ്ടോടാ ഇല്ല GPS സ്പേസ് ഇല്ല GPS അത് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടോന്നാ ചോദിച്ചത് ഇല്ല ഇടണ്ട അത് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടോ അങ്ങിട്ടാ മതി അങ്ങനെ നിൽക്കാൻ നോക്കട്ടെ വരുമോന്ന് ഞാൻ ഇട്ട് കാണിച്ചേരാ സ്പേസ് ഇട്ട് തന്നെ അങ്ങനെ ഇടണത് ഇല്ലില്ല ഞാൻ ഇപ്പൊ അങ്ങനല്ലേ ചെയ്തത് എന്റെ മാറ്റിയതേ ഉള്ളടാ അത് എന്നാ അത് ചില സമയത്ത് ചെറിയ ബഗ്ഗുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ചെറിയ ബഗ്ഗൊക്കെ വരാറുണ്ടാ നിന്നെ പോലൊരു കള്ളനെ ഞാൻ ജീവിതത്തിൽ പരിചയം കണ്ടിട്ടില്ലടാ സീരിയസ് ആയിട്ട് കള്ളൻ എന്ന് വിളിക്കണ്ട പിന്നെ നിന്നെ എന്തിനു വിളിക്കണം സത്യവാനോ അണ്ണാ ഞാൻ ചെറിയ കല്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കള്ളം പറയാറുണ്ടോ സത്യവാൻ അച്ഛൻ എനിക്ക് ആദ്യം പണ്ടിടായിരുന്ന പേരതായിരുന്നു സത്യവാൻ സത്യശീലൻ എന്നായിരുന്നു അങ്ങനെ കാണാൻ പേരിട്ടായിരുന്നു നിന്നെ എന്നെ കൊന്നു കളഞ്ഞ ആൾക്കാര് സത്യശീലൻ എന്നൊക്കെ നമ്മുടെയൊക്കെ പേര് കുറച്ചുകൂടെ ഓൾഡ് ആയിരുന്നു എന്ന് ആലോചിച്ചണ്ണ അണ്ണന്റെ ഒരു സോമൻ എന്റെ ഒരു ഒന്ന് ആലോചിച്ചേട്ടാ എല്ലാ അണ്ണൻ വെളിയിറങ്ങും സോമ കിടപ്പാ ഒന്ന് ആലോചിച്ചാട്ടോ അവസ്ഥയൊക്കെ എന്ത് ലക്കിയല്ലേ നമ്മളൊക്കെ എടാ എന്റെ പേരെന്റെ അമ്മയ്ക്ക് എവിടുന്ന കിട്ടിയെന്ന് അറിയാവോ
എവിടെ പറഞ്ഞ എന്റെ അമ്മ ഒരു സീരിയൽ അഡിക്റ്റ് ആയിരുന്നു. ജയ് ഹനുമാൻ എന്ന് പറഞ്ഞ് പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിന്റെ ഡയറക്ടറിന്റെ പേര് അതില്. അതെ എന്റേത് ഒരു ദൈവത്തിന്റെ പേരായിരുന്നു, ദേവദത്ത്. ആഹാ, ഹനുമാനെ കേട്ടില്ല. അല്ലല്ല, അയ്യോ ഞങ്ങള് വേറൊരു കാര്യം പറഞ്ഞോണ്ട് പറഞ്ഞു. അയ്യോ ഇത് ഹനുമാനെന്ന് വിളിച്ചൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം സെറ്റായിട്ട്. TVA 225. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്കുള്ള അസറ്റ് ഈ 2 വെഹിക്കിൾസിനകത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് വെഹിക്കിൾസ് കൊണ്ട് അല്ലെ നിങ്ങളുടെ വെഹിക്കിളിലോട്ട് ട്രാൻസ്ഫർ തന്നെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഈ ട്രക്ക് കൊണ്ടുവന്നെങ്കിൽ ഇത് ജസ്റ്റ് വെള്ളത്തിൽ കളഞ്ഞാൽ മതി. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ അസറ്റ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. 5 ഗണ്ണും ആക്ഷൻ ബേസും കുറച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞുതരും. പൈസ തന്നില്ലായിരുന്നു. പൈസ ഒന്നുമില്ല, അത് ഇവിടെ വന്നിട്ട് മേടിക്കാൻ. ആ ഒരു ടൈമിൽ 66 ഇയർ പ്ലാൻ. 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. കിട്ടിയായിരുന്നോ? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസി ആണോ, അല്ലെങ്കിൽ ഹൗസിലോട്ട് ഒന്ന് വരുന്ന ഒരു പ്രശ്നം ഉണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ട് വന്നാൽ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ നിങ്ങൾക്ക്? പേഴ്സണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ട്രക്കായിട്ട് ലീവ് ചെയ്താൽ മതി. ഓക്കെ. എടാ ഒരു ട്രക്ക് എടുത്തോടാ. ആ ബോഡി അവർക്ക് കൊടുത്തരാം. ഞാൻ കണ്ടു ഹോസ്റ്റേജ് ഉണ്ടെന്ന്. ഇവന്മാർക്ക് ഇങ്ങനെ തല്ലുകൊണ്ട് ജീവിക്കാനാണ് ഇവന്മാരുടെ യോഗം. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. TJ പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നു, അതാണ് അത് വന്നത്. ഞാൻ ഉണ്ട് ഇതില്. അണ്ണാ ബാക്ക് ഡോർ തുറന്ന് F6 ആക്കിട്ട് ബാക്ക് ഡോർ ഒരാളെ കാണാൻ. ബാക്ക് ഡോർ ഏതാണ്? ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ്. ഇപ്പുറത്തെ സൈഡ്.